തികച്ചും ഔദ്യോഗികമായിട്ടാണ് പോയത്. അദ്ദേഹം പാലക്കാടിൻ്റെ MLA ആണ്. കഴിഞ്ഞ വർഷത്തിൽ അനൗദ്യോഗികമല്ല, ഔദ്യോഗികമായിട്ട് തന്നെയാണ് പോയത്. കഴിഞ്ഞ വർഷത്തിൽ MLA ഫണ്ട് വിനിയോഗിച്ചിട്ട് 30 കൊല്ലമായിട്ട് നടക്കാത്തൊരു റോഡ് ഞാൻ ഇപ്പോൾ പ്രതിനിധിയായ വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 10 കൊല്ലവും നഗരസഭ ഭരിച്ച BJP ആ റോഡിനെതിരെ നിന്നവരാണ്. അപ്പോൾ അതുപോലെ നഗരത്തിലും വാർഡിലും വികസനം വരണം പറഞ്ഞാൽ നമുക്ക് MP MLA അവരുടെ എല്ലാം ഫണ്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതിലുപരി അദ്ദേഹം നമ്മുടെ പാലക്കാടിൻ്റെ MLA കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോയി കണ്ടതാണ്. ഇന്നലെ പോയി കണ്ട് ഒരു കൗൺസിലർ MLA കാണുക എന്നുള്ളതിനപ്പുറം ഒരു വൈകാരികമായ ഒരു പ്രകടനം കൂടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായും അതിനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്ത വാർഡിലെ ഒരു വോട്ടറും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്രയും ആരോപണങ്ങളും അപമാനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം ആ ഒരു വോട്ട് പാഴാക്കാതെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വാർഡിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പോയിട്ട് കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്ത് അതും ബലാത്സംഗ കേസുകളിൽ നടപടിയെടുത്ത് പുറത്താക്കിയ ഒരാളാണ്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗമായി ജയിച്ച ആളുകൾ പോയി കാണുന്നതിൽ ഒരു പ്രശ്നമില്ല, സംഘടനാപരമായ പ്രശ്നമില്ല. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം മാത്രമാണ് ഉള്ളത്, അല്ലാതെ ബാക്കിയുള്ളത് തീരുമാനിക്കേണ്ടത് കോടതിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കോടതി പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയോട് ചോദിക്കുമ്പോൾ പാർട്ടി പറയുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ടൊരു ബന്ധമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാഹുലുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് പാർട്ടി എപ്പോഴും പറയുന്നത്. ഞങ്ങൾക്ക് രാഹുലുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇവിടുത്തെ ഒരു ഭാഗം കോൺഗ്രസ്, നിങ്ങൾക്കും കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ജയിച്ച ആളുകൾ അദ്ദേഹത്തെ പോയി കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പാർട്ടിയോടൊപ്പം അല്ല രാഹുലിനോടൊപ്പം എന്നുള്ള സന്ദേശമല്ല ആ സന്ദർശനങ്ങൾ നൽകുന്നത്. അങ്ങനെയല്ല, പാർട്ടിയുടെ കൈച്ചിഹ്നത്തിലാണല്ലോ ഞങ്ങളെല്ലാം മത്സരിച്ചത്. പാർട്ടിയോടൊപ്പം തന്നെയാണ്. അദ്ദേഹം പാലക്കാടിൻ്റെ MLA ആണ്. അതുകൊണ്ട് തന്നെ അതിലുപരി വാർഡിലെ ഒരു അംഗം കൂടിയാണ്. ഇന്നലെ സന്ദർശിച്ച മോഹൻ ബാബു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിൽക്കുന്ന വാർഡിലത്തെ പ്രതിനിധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യവും കാണേണ്ട ഒരു ആവശ്യകത വരും. അതുകൊണ്ടാണ് പോയി കാണുന്നത്. അല്ല, അത് മാത്രമല്ലല്ലോ, പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഇല്ലേ? അതായത് കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയ ഒരാളെ അങ്ങനെ വൈകാരികമായി പോയി കാണാൻ പാടുണ്ടോ? വൈകാരികം എന്ന് പറയുമ്പോൾ അതിൽ ഒരു കാര്യം കൂടി പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴാണല്ലോ MLA. ഇതിനു മുമ്പ് KSU മുതൽ സംഘടനാ തലം മുതൽ അടുപ്പമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയി കാണുന്നതിലും ഈ പറഞ്ഞ ജയിച്ചൊരു വിജയം പങ്കുവെക്കാൻ പോയി കാണുന്നതിലൊന്നും തെറ്റില്ലല്ലോ. അല്ല, അത് താങ്കൾക്ക് മാത്രമല്ല, ഈ കോൺഗ്രസിലെ എല്ലാവർക്കും ഈ രാഹുൽ അടുപ്പമുള്ള ആളുകളായിരുന്നു, പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അടുപ്പമുള്ള ആളാണ്. പക്ഷേ ഒരു അച്ചടക്ക നടപടി, ഇത്രയും വിവാദമായ ഒരു കാര്യത്തിൽ അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് തുടരുക എന്നുള്ളത് പാർട്ടി എടുത്ത തീരുമാനത്തോടുള്ള ഒരു ധിക്കാരമല്ലേ? അച്ചടക്ക നടപടി അദ്ദേഹത്തിന് മാത്രമാണ്, ഞങ്ങൾക്കാർക്കും പോയി കാണുന്നതിന് തെറ്റില്ലല്ലോ. അദ്ദേഹത്തിനെയാണ് അച്ചടക്ക നടപടി എടുത്തത്, ഞങ്ങളെ അല്ലല്ലോ. അങ്ങനെയല്ല, അദ്ദേഹത്തിനെ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാർഡത്തെ വോട്ടറും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടല്ലേ പറ്റൂ. നഗരത്തിന്റെ MLA കൂടിയാണല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.